അന്റെ പൊരിക്കാനുള്ള മീനൊക്കെ ഞാൻ റെഡിയാക്കി തരാം. എന്തേ മനസ്സിലാക്കിയത്? പലോരോട് ആ കോഞ്ഞായിത്തരം കളിച്ചിട്ടുണ്ട്. അത് മശായിഖന്മാരെ മക്കളോടാ കളി വേണ്ട. താൽക്കാലം നടക്കൂല. അന്റെ തനിച്ച വഹാബി ആശയം, അന്റെ വഹാബി മുഖം ഞങ്ങൾ ഈ സമൂഹത്തിൽ പീച്ചി ചീന്തി കൃത്യമായി ഞങ്ങൾ ഇവിടെ സമൂഹത്തിൽ പ്രദർശിപ്പിക്കും. ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദിക്ർ ചെല്ലുന്നതിനെ പരിഹസിക്കുകയാണ് ഇവൻ. കടം വീടാനുള്ള ദിക്ർ മൗലൂദിന്റെ കിതാബിലുണ്ട് എന്ന്. അതേതെങ്കിലും ഉമ്മമാര് ചെല്ലുന്നുണ്ടാകാം, ഏതെങ്കിലും ഉസ്താദുമാര് പറഞ്ഞു കൊടുത്ത് ചെല്ലുന്നുണ്ടാകാം, മശായിഖ് പറഞ്ഞു കൊടുത്ത് ചെല്ലുന്നുണ്ടാകാം. അതിനെ പറ്റിയിട്ട് താനിച്ച വഹാബി സ്റ്റൈലിൽ ഈ ചെങ്ങാതി പറയാ, ഈ യൂട്യൂബ് മൗലവി ഓൻ പറയാ, ഓന്റെ ക്ലിപ്പൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. തനി വഹാബി സ്റ്റൈലിൽ, വഹാബികൾ പറയുന്ന അതേ ശൈലിയിൽ, വഹാബി ട്യൂണിൽ അയാള് ദിക്റിനെ പരിഹസിക്കുന്ന രംഗമൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. വെച്ചു കൊടുക്ക്. കടം വീടാൻ എന്ത് ചെയ്യേണ്ടത്? കടം വീടാൻ പണിക്ക് പോകണം. പണിക്ക് പോകാതെ കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുജാര വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിട്ട് കടം തീർന്നില്ല. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം. പണിക്ക് പോകാതെ ഉസ്താദ് ആദി ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവനും ഉറക്കം ഒടിച്ചിരിക്കുന്നല്ല കടം തീരുവ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. കടം തീരുമെന്ന് പറഞ്ഞ നടക്കുക. കണ്ടോങ്ങള് ഇതെവിടുന്ന നമ്മള് കേട്ടത്? പണ്ട് വഹാബി സ്റ്റേജിൽ നിന്ന് കേട്ടതാ. ആ ശബ്ദാണ് ഇപ്പൊ ഇവനിൽ നിന്ന് കേൾക്കുന്നത്. ദിക്റിനെ കളിയാക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര മഹത്വത്തോടു കൂടി പറഞ്ഞതാണ്. കൂടുതലായി ദിക്ർ ചെല്ലുന്ന സ്ത്രീകൾ, ദിക്ർ ചെല്ലുന്ന പുരുഷന്മാർ, അവർക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്താ, ഒരുക്കി വെച്ചിരിക്കുന്നതെന്താ? ഏറ്റവും മഹത്തായി ഇവിടെ നിന്ന് കിട്ടേണ്ടുന്ന റബ്ബിന്റെ പൊരുത്തത്തിന് കാരണമാകുന്ന പാപമോചനം കിട്ടണം. ഉന്നതമായ പ്രതിഫലം അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. റബ്ബ് അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചെല്ലുന്ന അതേ മഹാന്മാരായ മശായിഖന്മാർ പഴയകാലം മുതലേ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അദ്കാറുകൾ, ദിക്റുകൾ അതിസ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മശായിഖന്മാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ പൂർവീകരായ ആളുകൾ ചൊല്ലിപ്പോരുന്ന ആ പരിശുദ്ധമായ ദിക്റുകൾ, ആ ദിക്റുള്ള വീടുകൾ എത്രമാത്രം സമാധാനത്തിന്റെ സാന്ത്വന കേന്ദ്രങ്ങളാണ്. ആശ്വാസത്തിന്റെ വചനാമൃത സുധകളല്ലേ ദിക്റുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആശ്വാസത്തിന്റെ തേന്മഴയല്ലേ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും, വിഷമമുണ്ടെങ്കിലും, പ്രയാസമുണ്ടെങ്കിലും, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുകൾ, സ്വലാത്തുകൾ, മഹാന്മാര് പഠിപ്പിച്ച പരിശുദ്ധമായ ആ തിരുവചനങ്ങൾ, അതുരുടുമ്പോ കിട്ടുന്ന വല്ലാത്തൊരു സമാധാനമുണ്ട്. അതല്ലേ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? ലാ യഖഉദു ഖൗമുൻ യദ്കുറൂന അല്ലാഹ അസ്സ വജൽ ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക. ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ അവരെ അല്ലാഹുവിന്റെ മാലാകമാര് വലയം ചെയ്തുകൊണ്ടിരിക്കും. പോരാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഗസിയതുഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയും. എല്ലാ നിലക്കും പടച്ച റബ്ബിന്റെ അനുഗ്രഹമുണ്ട്. വനസലത്ത് അലൈഹിമുസ് സക്കീന, സമാധാനം അവരിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കും. ദിക്ർ ചൊല്ലിയാലുള്ള ഗുണമാണത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കലുള്ള ആളുകളോട് റബ്ബിനെ സ്മരിച്ച് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര മഹത്താണ്, എത്ര പരിശുദ്ധിയാണ് അതിലുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ ദിക്റിനവന് കളിയാക്കുക, പരിഹസിക്കുക, വഹാബി സ്റ്റൈലില് നോം പറയാണ്. ഒന്നുകൂടി അതെന്നെ വെച്ചു കൊടുക്കും മോനെ, ആ ഒന്നെന്നെ വെച്ചു കൊടുക്ക്. മോനെ ആ ദിക്റിനെ പരിഹസിക്കുന്ന രംഗൊന്ന് കേട്ടു നോക്കുങ്ങൾ.
ഇന്നത് ചെല്ലിയാൽ ഇന്നത്. കടം വീടാൻ എന്താ ചെയ്യേണ്ടത്? കടം വീടാൻ പണിക്ക് പോകണം. പണിക്ക് പോകാതെ കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുജാരെ വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിട്ട് കടം തീർന്നില്ല. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം. പണിക്ക് പോകാതെ ഉസ്താദ് ആദി ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവനും ഉറക്കം ഓടിച്ചിരിക്കുന്നല്ല കടം തീരുവ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. കടം തീരുമെന്ന് പറഞ്ഞ നടക്കുകയാണ്. കണ്ടോങ്ങള് തനിച്ച പരിഹാസം, ഓന്റെ ഒരു കോമഡി, ഓന്റെ ഒരു കാട്ടിക്കൂട്ടൽ, അതൊക്കെ എവിടെ വെച്ചാ കാണിച്ചോ? ഇജ് പലയിടത്തും കാണിക്കുന്നുണ്ടല്ലോ. അനക്ക് അറ്റാക്ക് വന്ന രൂപത്തിൽ ഇജ് അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു നാൽക്കാലിയായ നായയെ പരിഹസിക്കുന്നുണ്ട്. അതിനെ ഈ പോയിട്ട് പോത്താക്കാൻ നോക്കുന്നുണ്ട്, അതിനെ മൊയന്താക്കാൻ നോക്കുന്നുണ്ട്, അതിനെ ഇടങ്ങറാക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനത്തെ കളികളൊക്കെ ഈ നടത്തുന്നുണ്ട്. അഭിനയമൊക്കെ ഈ നന്നായിട്ട് നടത്തുന്നുണ്ട്. ആ കൻ്റെ ശരീരത്ത് വെച്ചിട്ട് എൻ്റെ അഭിനയമൊക്കെ ഈ ഒന്ന് പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ. ഈ രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ ഈ നടത്തുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ദീനിന്റെ അടിത്തറയാകുന്ന ദിക്റുകളെ പരിഹസിക്കുക, ദിക്റിനെ പരിഹസിക്കുക, അതിങ്ങനെ പിറു. ഇതൊക്കെ എവിടുന്ന് പഠിച്ചാടോ ഈ ശൈലി? ജന്തു സുന്നിയ ഇതന്നെ ഞങ്ങൾക്ക് ഇഞ്ഞും ചോദിക്കാനുള്ളത്. എവിടുന്ന് വന്ന സുന്നിയ? ഇത് സുന്നി. ഇത് ചോദിക്കുമ്പോ അതിന് പ്രാമാണികമായിട്ട് പ്രതികരിക്ക്. അതിന് വീട്ടിലിരിക്കണ ഭാര്യനെ പറഞ്ഞിട്ട് കാര്യല്ല. അങ്ങനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഈ നമ്മളെ കണ്ട് ആത്മവീര്യം നഷ്ടപ്പെടുത്താന്നാ മനസ്സിലാക്കിയത്. അന്നെക്കാളും വലിയ സംസ്കാര ശൂന്യരെ മോശമായ വാക്കുകൾ കേട്ടിട്ട് അതൊന്നും അല്പം പോലും ഞങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വലുത് ഞങ്ങളെ മശായിഖന്മാർ നിർദ്ദേശിച്ച ഈ ആദർശമാണ്. അതുകൊണ്ട് തന്നെ ആയാതി നമ്പർ ഇട്ടിട്ടൊക്കെ വീട്ടിലിരിക്കണ ഭാര്യമാരൊന്നെ വിളിച്ച് എഴുതിയിട്ട് അതുകൊണ്ടൊന്നും പൊന്നാര മാണിക്കല്ലേ ഇതിന്ന് പിന്തിരിയൂല. അങ്ങനത്തെ പൂതിയും തൽക്കാലം എനിക്ക് വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദിക്റിനെ പരിഹസിക്കുക, എന്നിട്ട് പറയണ എന്താ? അത് പറഞ്ഞെന്ന മോലിയേരെ വീട്ടിൽ പോയിട്ട് കാലത്തന്നെ ഇരിക്കാനും. എന്നാ വഹാബി സുഹരി, യൂട്യൂബ് മൗലവി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആരാ ഈ ദിക്റൊക്കെ പറഞ്ഞു കൊടുക്കണ്? ഏത് മോലിയരെ വീട്ടിൽ പോയിട്ടാ ഇരിക്കണ്ട്? നമുക്കൊന്ന് നോക്കുക. ഏത് മോലിയരെ വീട്ടിൽ പോയിട്ടാ ഇരിക്കണ്ടെന്ന് ഇജ്ജ് പറയണ്ടല്ലോ. ഞാൻ AP സുന്നിയാണെന്നില്ല അഭിമാനിക്കുക. ഇപ്പൊ അവന്ന് വിട്ടിട്ട് ഓനക്ക് ഒന്നും കൂടി ഗ്രിപ്പ് ഉണ്ടാകാൻ വേണ്ടി സമസ്തയുടെ നിലപാട് ഒക്കെ ഞാൻ കേൾപ്പിച്ചരാ. എന്റെ സമസ്ത ഏത് സമസ്ത എന്ന് ഞങ്ങൾക്കൊന്ന് അറിയേണ്ടത്. ഈ ദിക്റിനെ പരിഹസിക്കണ സമസ്ത ഏത് സമസ്ത? അത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. എടാ, ദിക്റിനെ പരിഹസിച്ച് വഹാബി രംഗത്ത് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനുണ്ടാക്കിയതാടാ സമസ്ത. എന്നിട്ട് അതിന് ആ വഹാബിയെക്കാളും തരം താഴ്ന്ന രൂപത്തിൽ പരിഹസിക്കുന്ന ഈ സമസ്തയുടെ വിഷയത്തിലായിട്ട് ആ ആശയത്തിലായിട്ട് എനിക്ക് മരിക്കേ. ഏത് സമസ്തയുടെ അത് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. എന്നിട്ടോ AP സമസ്ത എന്ന് പറഞ്ഞിട്ടല്ലേ അഭിമാനിക്കുകയാണ് അല്ലേ? എടാ, AP സമസ്തയുടെ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാരാ? ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ. എന്താ ഈ പറഞ്ഞത്? കടം വീടാൻ വേണ്ടി ദിക്ർ പറഞ്ഞു തരുന്ന മൊയ്ലിയേരെ വീട്ടിൽ രാവിലെ തന്നെ പോയിരിക്കണം. ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണം എന്ന് ഒരു മൊയ്ലിയരും പറഞ്ഞിട്ടില്ല, ഒരു തങ്ങളും പറഞ്ഞിട്ടില്ല, ഒരു മശായിഖും പറഞ്ഞിട്ടില്ല. ദിക്ർ ചൊല്ലുക, സലാത്ത് ചൊല്ലുക, പണിയെടുക്കേണ്ടത് പണിയെടുക്കുക, വഴികളൊക്കെ തുറന്നു കിട്ടും, അതിനൊരു എളുപ്പം കിട്ടും. ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് തന്നെ പലരും ഇപ്പോ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ പറയുന്നുണ്ടല്ലോ. ഒരുപാട് ഉസ്താദുമാരായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നോക്കേ. 2 ടീമിന്റെ കൂട്ടത്തിൽ നിന്ന് എനിക്കെതിരായിട്ട് ശക്തമായ രൂപത്തിലുള്ള പ്രഹരേറ്റുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഇന്ന് സലാമത്താകാൻ വേണ്ടി ഇങ്ങനെ കിടന്നിട്ട് ഉരുണ്ടോക്കുന്നുണ്ട്. തൽക്കാലം സലാമത്താവൂല. അന്റെ കപടമുഖം ഞങ്ങൾ സമൂഹത്തിലൊന്ന് വലിച്ചു കീറട്ടെ. ഏത് മൊയ്ലിയേറെ വീട്ടിലാ ആദ്യം തന്നെ പോയി കുത്തിരിക്കണ്ടേ? രാവിലെ പോയി കുത്തിരിക്കണം എന്നല്ലേ പറഞ്ഞ്? കടം വീടാൻ വേണ്ടി ദിക്റെന്ന മൊയ്ലിയേറെ വീട്ടിൽ പോയിട്ടിരിക്കുക, എന്നിട്ട് പറയാ കടം വീടിയിട്ടില്ല എന്ന്. എന്നാ ആദ്യം പോണ്ട മൊയ്ലിയേരാരാ? വെച്ചോടുക്ക്. മറ്റൊന്ന് ആ കടം വീടുന്ന സ്ഥലത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ സലാത്ത് ഒരു ദിവസം 33 ചൊല്ലിക്കോ. നിസ്കാരത്തിന്റെ പിറകെയൊന്നുമല്ല. കൂടുതൽ കടണ്ടോ 360 ചൊല്ലിക്കോ.
സലാത്ത് ചെല്ലുമ്പോ തന്നെ കടം വീടാൻ ചെല്ലാൻ പാടില്ല, ചെല്ലിക്കൊള്ളുക. അങ്ങനെ ആകുമ്പോ കടം അല്ലാതെ വീട്ടിക്കൊള്ളും. കണ്ടോ നിങ്ങള് എന്താ പറഞ്ഞത്? ആ സ്വലാത്ത് അങ്ങോട്ട് ചെല്ലിക്കോ, ചെല്ലിയാലോ കടം വീടിക്കോളും. കുറച്ച് കട 33 വട്ടം, കൂടുതൽ കട 360 വട്ടം ചൊല്ലിക്കോ, കടം വീടും. വീടില്ല, പോയി കുത്തിരിക്കട. എവിടെ? ഉള്ളാൾ തങ്ങളെ വീട്ടില് പോയി കുത്തിരുന്നോ? പരിഹസിക്കേ. പിന്നെന്തേ മൂപ്പര് പറഞ്ഞത്? അവിടെ കാണ്ട് ചെല്ലിരുന്നാൽ ഒറ്റ രാത്രി കൊണ്ട് കടം വീടുന്ന അങ്ങനെ വീടിയ സംഭവങ്ങളുണ്ട്. അതിന് ഈ മതം പഠിക്കണ്ട, ഈ മീൻ പൊരിച്ച് കടന്നോ? മതം പഠിക്കണ എങ്ങായി? മീൻ പൊരിക്കണത് കുഴപ്പമൊന്നല്ല, അത് ചൊവ്വിന് പൊരിക്കണം. അതിന്റെ അതപിൽ അതിന്റെ വൃത്തിയിലൊക്കെ കഴുകിയിട്ടൊക്കെ പൊരിക്കണം. എൻ്റെ ചീഞ്ഞ മുളകും ചീഞ്ഞ മീനൊക്കെ ഞാൻ കാണിച്ചാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തിലും മുത്തായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല, ഏതാനും നിമിഷങ്ങളെ കൊണ്ട് കടം വീട്ടിക്കൊടുത്തിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ സുഹരി? കേട്ടിട്ടുണ്ടോ വഹാബി പ്രചാരകനായ യൂട്യൂബ് സുഹരി? കേട്ടു പഠിച്ചോ. എന്തേ? ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു മുൻകദിർ തങ്ങൾ. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒരാൾ 80 ദിനാർ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്, അമാനത്തായി ഏൽപ്പിക്കുകയാണ്. ഇബ്നുൽ മുൻകദിർ തങ്ങളെ, ഇത് നിങ്ങൾ സൂക്ഷിക്കണം, 80 ദിനാറുണ്ട്, നിങ്ങൾ ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ. എന്റെ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ വന്ന് പറയാം, ആ സമയത്ത് എനിക്ക് തന്നാ മതി. ഇബ്നുൽ മുൻകദിർ തങ്ങൾ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ചു. വളരെ അത്യാവശ്യമായി വന്ന സമയം, സാമ്പത്തികമായ ഞെരുക്കം വന്ന സമയം, മഹാനവർകൾ അതെടുത്ത് ചെലവഴിച്ചു. സുബ്ഹാനല്ലാഹ്, അടുത്ത ദിവസം ഈ കൊടുത്തേൽപ്പിച്ച വ്യക്തി വന്നിട്ട് പറയുന്നു, ഇബ്നുൽ മുൻകദിർ തങ്ങളെ, എനിക്ക് 80 ദിനാർ ആവശ്യമായി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നാളെ എനിക്ക് ക്യാഷ് വേണം. നേരെ പോവുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാബി പ്രചാരകനായ സൂരി, പഠിച്ചോ. എന്താ ഞാൻ പറഞ്ഞത്? നീ പഠിച്ചത് തൃശ്ശൂർ ജില്ലയിലെ മാടവനയിലെ സുഹരിയിൽ നിന്നല്ലേ ബിരുദമെടുത്തത്, അസീസിയയിൽ നിന്ന് എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ സുഹരി ബിരുദം കൊടുക്കണ സ്ഥാപനമുണ്ടോ എനിക്കറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ ഉസ്താദ് മാടവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ്. ആ ഇബ്രാഹിം കുട്ടി ഒരു എൻ്റെ ഈ ആശയം അംഗീകരിക്കോ എനിക്കറിയൂല. നിങ്ങൾ മനസ്സിലാക്കണം, നീ വഹാബി പ്രചാരകനാണ് എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, തെളിവുകളുടെ പിൻബലത്തിൽ പറയുന്നതാ. കാരണം നീ 2012-ലും 2022-ലുമൊക്കെ നീ പ്രവർത്തിച്ചതും പ്രസംഗിച്ചതുമായ വേദികളൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അവിടെ നിന്ന് നിനക്ക് ആശയമേ കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. നീ സൂഫിയാക്കൾക്കെതിരായ പക്ഷത്താണ് നീ വളർന്നു വന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോഴും നീ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾ എന്താണ്? എല്ലാം കൃത്യമായി ഇൻഷാ അല്ലാഹ് ഒന്നിന്റെ പുറകിൽ ഒന്നായി നമുക്കൊന്ന് പൊളിച്ചെഴുത്ത് നടത്താം. ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറയുകയാണ്, ഹബീബരായ തങ്ങളെ തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹ് പറയാണ്, പുന്നാര തങ്ങളെ, എന്റെ കയ്യിൽ ഒരാൾ 80 ദിനാർ സൂക്ഷിക്കാൻ തന്നിരുന്നു, ഞാനത് ആവശ്യം വന്ന് ചെലവഴിച്ചു. നാളെ മൂപ്പർക്ക് ക്യാഷ് വേണമെന്നാ പറയുന്നത്, എന്റെ കയ്യിൽ ഒന്നുമില്ല തങ്ങളെ, എനിക്ക് പണം വേണം. നാളെ രാവിലെ അയാൾ വരുമ്പോ എനിക്ക് തിരിച്ചു കൊടുക്കാൻ ക്യാഷ് വേണം. ഒരു രാത്രി മുഴുവൻ വേണ്ട സുഹരി, അത് പറഞ്ഞങ്ങ് തിരിയേണ്ട താമസം. ഇബ്നുൽ മുൻകദിർ തങ്ങളെ ഹളറത്തിലേക്ക് അപരിചിതനായ ഒരു മനുഷ്യൻ വരികയാണ്. മഹാൻ അവരുടെ കയ്യിൽ ഒരു കിഴി കൊടുക്കുകയാണ്. ആ കിഴി തുറന്നു നോക്കുമ്പോ 80 ദിനാർ അതിലുണ്ട്. ഒറ്റ രാത്രി പൂർണ്ണമായി വേണ്ട, ഒരു രാത്രിയുടെ ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടം വീട്ടി കൊടുക്കുകയാണ്. ആ രാത്രി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പരിഹസിക്കുന്നില്ലേ? അങ്ങനെ പണിയെടുക്കാതെയും കിട്ടും. ഈ പറഞ്ഞതിനർത്ഥം
എല്ലാവരും ഇങ്ങനെ മശായിഖന്മാരെ ഹളറത്തിൽ പോയിട്ട്, മടവൂർ ശൈഖുനയുടെ ഹളറത്തിൽ പോയിട്ട്, മമ്പുറം തങ്ങളുടെ ഹളറത്തിൽ പോയിട്ട് ചോദിച്ചാ മതി. പണിയൊന്നും എടുക്കണ്ടെന്നല്ല, പക്ഷേ നല്ല വിശ്വാസത്തോടുകൂടി കണ്ടോ ഇബ്നുൽ മുൻകദിർ തങ്ങൾ ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഹബീബരായ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയപ്പോ 80 ദിനാർ കൊടുക്കുന്നു. ഇത് ഈ സംഭവം ഇബ്നു അബിദ്ദുന്യ തങ്ങൾ അവിടുത്തെ മുജാബുദ്ദഅവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വഹാബി സുഹരി, ഇത് സുന്നത്ത് ജമാഅത്താ ഞങ്ങൾ പറയുന്നത്, ആദർശമാ പറയുന്നത്. അപ്പോ ഈ പറഞ്ഞതിനർത്ഥം ദിക്ർ ചൊല്ലിയിരുന്നാ മതി, കടം വീടുമെന്നല്ല. ദിക്ർ ചൊല്ലണം, അതിനെ പരിഹസിക്കാൻ പാടില്ല, അതിനെ കൊച്ചാക്കാൻ പാടില്ല. അത് വഹാബി സ്റ്റൈലാണ്, അത് വഹാബി ആശയാണ്. അയ്യോ മറക്കരുത്, ഇങ്ങനെ ദിക്റുകളെ മുഴുവനും പരിഹസിക്കുക.